നമ്മൾ ഇന്നിപ്പോഴേക്ക് വിശദമായി കിടക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കൂടി വിജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണൻ. കുന്നത്തുനാടിന്റെ കാര്യത്തിലും പാർട്ടിക്ക് ആശങ്കയില്ല, 6-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തൃപ്പൂണിത്തുറയിലെ LDF സ്ഥാനാർത്ഥി മുൻ വൈപ്പിൻ MLAയുമായ കെ എൻ ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നാളെ തീരുമാനമാവുകയാണ്. അദ്ദേഹം ഇത്ര ദിവസത്തെ ഒരു കാത്തിരിപ്പ് വോട്ടെണ്ണലാണ് നാളെ. എന്താണ് കൂടുതൽ പ്രതീക്ഷ? കാത്തിരിപ്പുകൾക്കൊരു തിരശീല വീഴുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ വോട്ടെണ്ണുമ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. 30 വർഷമായിട്ട് കോൺഗ്രസ് തുടർച്ചയായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് LDF, അതും സ്വരാജ് തൃപ്പൂണിത്തുറയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ആവർത്തിക്കുമെന്നാണ്. നിരവധി ഘട്ടങ്ങളിൽ UDF പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ആ മണ്ഡലത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലം യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് 1965-ലാണ്. ആ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം നടന്ന 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും CPIMന്റെ നേതാവ് സഖാവ് TK രാമകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സഖാവ് V വിശ്വനാഥ മേനോൻ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. പിന്നീട് മണ്ഡലത്തിന്റെ സ്വഭാവത്തിൽ ഘടനയിൽ ചില മാറ്റങ്ങൾ വന്നു. അതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കഴിഞ്ഞ 2016-ൽ സഖാവ് M സ്വരാജ് വിജയിക്കാനിടയായി. അതിനു മുമ്പ് പള്ളുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ മരട് മുനിസിപ്പാലിറ്റി, കുമ്പളം തുടങ്ങിയ മേഖലകൾ പള്ളുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമായി. അവിടെ CM ദിനേശ് മണി മത്സരിച്ച് വിജയിച്ച ചരിത്രമുണ്ട്. ആ നിലയിൽ ഇടതുപക്ഷത്തിന് ശക്തമായൊരു വേരോട്ടമുള്ള മണ്ഡലമാണ്. മാത്രമല്ല, ബാബു പ്രതിനിധാനം ചെയ്ത ആ മണ്ഡലത്തിൽ ബാബുവിനെ തന്നെ പരാജയപ്പെടുത്തിയ മഹത്തായ ചരിത്രം സ്വരാജിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പൂർണ്ണമായും അവരുടെ കുത്തകയാണെന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അതില് ആ മണ്ഡലത്തിന്റെ ചരിത്രം വീണ്ടും തിരുത്തിക്കുറിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് ഒരു നിയോഗം പോലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് എന്നെ അയച്ചത്. അത് എന്റെ ഭാഗമായിട്ട് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, തൃപ്പൂണിത്തുറ NDA സംബന്ധിച്ചിട്ട് A ക്ലാസ് മണ്ഡലം കൂടിയാണ്. 2020 വോട്ടുകൾ, BJP വോട്ടുകൾ, അങ്ങനെ ഒരു മൂന്നാം മുന്നണി കൂടി മത്സര രംഗത്തുള്ള ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നതെന്ന് വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ LDFനുണ്ടായിരുന്ന വോട്ട് ഷെയർ കുറയും എന്നൊരു ആശങ്കയുണ്ടോ? ഒരിക്കലുമില്ല. LDFന്റെ വോട്ട് ഷെയറിംഗ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോകില്ലേ, ഞാൻ പരാജയപ്പെടും. അപ്പൊ അത് സംഭവിക്കില്ല. പിന്നെ ത്രികോണ മത്സരം നടന്നു എന്നുള്ളത് വസ്തുതയാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്നുള്ളത് ഒരു തെറ്റായ വ്യാഖ്യാനമായിരിക്കും. കാരണം BJPക്ക് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയില്ല. BJPയുടെ മുന്നണി NDA മുന്നണിയുടെ ഭാഗമായി 2020 പ്രവേശിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ 2020യുടെ സ്ഥാനാർത്ഥി BJPക്കാർക്ക് ഏറ്റവും അഭിമതയായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ BJPക്കാർ വലിയ അസംതൃപ്തിയിലാണ്. അവരുടെ ചിഹ്നമായിട്ടുള്ള താമര ചിഹ്നം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ നിലയിൽ BJP പഴയതുപോലെ വോട്ട് പിടിക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും ഒന്നുകൂടി പുറത്തു വന്നാൽ എറണാകുളം ജില്ലയിൽ മൊത്തം എത്ര സീറ്റ് LDF നേടുന്നതാണ് ഒരു എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ തീർച്ചയായിട്ടും നിലനിർത്തും. അതിനു പുറമെ തൃപ്പൂണിത്തുറ മണ്ഡലം കൂടി പിടിക്കും. അതിനേക്കാളെല്ലാം ഉപരി ഈ 14 മണ്ഡലങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജനാടിത്തറ കൂടുതൽ വിപുലപ്പെടുത്താനും അതിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാനും ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 6 മണ്ഡലങ്ങളിൽ നിന്ന് ഒരു കണക്കൂട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്കനുസരിച്ചിട്ടും ചില ചർച്ചകളനുസരിച്ചിട്ടും PV ശ്രീനിജൻ കുന്നത്തുനാട് കുറച്ചൊരു വോട്ട്, അതായത് 10,000 വോട്ടിന്റെ പാർട്ടി വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു കണക്കുകൂട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ PV ശ്രീനിജൻ പോസ്റ്റും വന്നിട്ടുണ്ട്. 554 വോട്ടിനെ ഞാൻ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നില്ല. അപ്പൊ കുന്നത്തുനാട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഈ സിറ്റിംഗ് സീറ്റുകൾ? കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള സിറ്റിംഗ് സീറ്റ് നമ്മൾ ജയിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ലഭിക്കുന്ന വോട്ടുകളെ സംബന്ധിച്ചെല്ലാം ചിലപ്പോൾ താഴെ നിന്ന് വന്നിട്ടുള്ള കണക്കുകളിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാകാം. അതിന് ശരിയായ ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും വലിയ ശുഭപ്രതീക്ഷയിലാണ്. ആ മണ്ഡലവും നമ്മൾ വിജയിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഭരണ തുടർച്ച ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയുണ്ടാകും. ഇത്തവണത്തെ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുതന്നെയാണ്. ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ
ജനോപകാരപ്രദമായ ഒരുപാട് നടപടികൾ, ഒരുപാട് നന്മകൾ, അതെല്ലാം നന്നായി ക്യാമ്പയിൻ ചെയ്ത ആ ക്യാമ്പയിനുകൾ, ആ പ്രചരണങ്ങൾ ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും തൃപ്പൂണിത്തുറ കൂടി അതോടൊപ്പം ആഡ് ചെയ്യപ്പെടുകയും അങ്ങനെ 6 സീറ്റുകൾ കൃത്യമായും നിയമസഭയിലേക്ക് 6 MLA-മാർ കൊച്ചിയിൽ നിന്നും ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടുതൽ സീറ്റുകൾ ലഭിച്ചേക്കാം. എന്നിരുന്നാലും ഈ 6 സീറ്റുകൾ കൺഫേംഡ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇടത് പാളയങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ. അങ്ങനെയാണ്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.